wait for the cycle.
എല്ലാവർക്കും നമസ്കാരം. ഭാരതത്തിൻ്റെ 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ ഈ സ്റ്റേഡിയത്തിൽ അരങ്ങേറാൻ പോവുകയാണ്. ആഘോഷ പരിപാടികളുടെ ഭാഗമായി ഇവിടെ നടക്കുന്ന പരേഡ് വീക്ഷിക്കുന്നതിനായി എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും കേരള സംസ്ഥാന സർക്കാർ സഹർഷം സ്വാഗതം ചെയ്യുന്നു. മാതൃരാജ്യത്തോടുള്ള സ്നേഹവും കടപ്പാടും ഒരിക്കൽ കൂടി ഊട്ടി ഉറപ്പിക്കേണ്ടുന്ന സുദിനമാണിന്ന്. നമ്മൾ ഭാരതീയർ എന്ന് പറയുവാൻ നമുക്ക് കരുത്തേകിയ മൺമറഞ്ഞവരും ജീവിച്ചിരിക്കുന്നവരുമായ ധീര ദേശാഭിമാനികളെ സ്മരിച്ചുകൊണ്ട് നമ്മുടെ ഭാരതം എന്ന മഹത്തായ ആശയത്തിനായി ഒത്തൊരുമയോടെ പ്രവർത്തിക്കാമെന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. ബഹുമാന്യരായ ഓരോരുത്തർക്കും കേരള സംസ്ഥാന സർക്കാരിൻ്റെ റിപ്പബ്ലിക് ദിനാശംസകൾ. റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ ഭാഗമായി ഇവിടെ നടക്കുന്ന വർണ്ണശബളമായ മാർച്ച് പാസ്റ്റിൽ ബഹുമാനപ്പെട്ട കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അവറുകൾ അഭിവാദനം സ്വീകരിക്കുന്നതും ആഘോഷത്തിൻ്റെ ഭാഗമായി നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ ഭാരതീയ കരസേന, ഭാരതീയ വായുസേന, മലബാർ സ്പെഷ്യൽ പോലീസ്, ഇന്ത്യ റിസർവ് ബറ്റാലിയൻ, കേരള വിമൻ പോലീസ് ബറ്റാലിയൻ, റാപ്പിഡ് റെസ്പോൺസ് ആൻഡ് റെസ്ക്യൂ ടീം, തിരുവനന്തപുരം സിറ്റി പോലീസ്, കേരള പ്രിസൺസ് ഡിപ്പാർട്ട്മെൻറ്റ്, കേരള എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ്, കേരള വനം വകുപ്പ്, കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ്, സൈനിക് സ്കൂൾ, NCC, നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയേഴ്സ്, സ്റ്റുഡൻസ് പോലീസ്, ഭാരത് സ്കൗട്ട്സ്, ഭാരത് ഗൈഡ്സ്, അശ്വാരൂഢ സേന, കേരള പോലീസ് ബാൻഡ് വിഭാഗങ്ങൾ, ഭാരതീയ കരസേനയുടെ മദ്രാസ് റെജിമെൻറ്റ് ബറ്റാലിയൻ 2-ൻ്റെ ബാൻഡ് തുടങ്ങിയ പ്ലറ്റൂണുകളോടൊപ്പം ആന്ധ്രാപ്രദേശ് സംസ്ഥാന പോലീസിൻ്റെ ഒരു പ്ലറ്റൂണും ഈ പരേഡിൽ പങ്കെടുക്കുന്നു. ഇന്നത്തെ പരേഡ് കമാൻഡർ ഭാരതീയ വായുസേനയുടെ സദേൺ എയർ കമാൻഡ് യൂണിറ്റിലെ വിംഗ് കമാൻഡർ വികാസ് വസിഷ്ഠാണ്. പരേഡിൻ്റെ സെക്കൻഡ് ഇൻ കമാൻഡ് ഭാരതീയ കരസേനയുടെ മദ്രാസ് റെജിമെൻറ്റ് 2-ാം ബറ്റാലിയൻ്റെ ക്യാപ്റ്റൻ അഭിഷേക് ദുബെയാണ്. പരേഡിൽ ഒന്നാം നിരയിൽ ഒന്നാമതായി നിൽക്കുന്നത് ഭാരതീയ കരസേനയുടെ മദ്രാസ് റെജിമെൻറ്റ് ബറ്റാലിയൻ 2-ൻ്റെ ഒരു പ്ലറ്റൂണാണ്. ഈ പ്ലറ്റൂണിനെ നായിക് സുബേദാർ ശിവാജി പാട്ടീൽ നയിക്കുന്നു. മുൻനിരയിൽ രണ്ടാമതായി നിൽക്കുന്ന ഭാരതീയ വായുസേനയുടെ ഫ്ലൈറ്റാണ്. ഈ ഫ്ലൈറ്റിനെ ജൂനിയർ വാറന്റ് ഓഫീസർ അമിത് കുമാർ നയിക്കുന്നു. ഇന്നത്തെ പരേഡിൽ ഒന്നാം നിരയിൽ മൂന്നാമതായി നിലയുറപ്പിച്ചിരിക്കുന്നത് ആന്ധ്രാപ്രദേശ് സംസ്ഥാന പോലീസിൻ്റെ പ്ലറ്റൂണാണ്. ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിലെ ക്രമസമാധാന പരിപാലനത്തിനും സുരക്ഷയ്ക്കും നിർണായക ശക്തിയായി നിലകൊള്ളുന്ന ഈ പ്ലറ്റൂണിനെ പോലീസ് ഇൻസ്പെക്ടർ G. രഘു നയിക്കുന്നു. പരേഡിൽ ഒന്നാം നിരയിൽ നാലാമതായി നിലയുറപ്പിച്ചിരിക്കുന്നത് മലബാർ സ്പെഷ്യൽ പോലീസ് ബറ്റാലിയൻ്റെ പ്ലറ്റൂണാണ്. 1921 രൂപം കൊണ്ടതും കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ പോലീസ് സേനയുമായ മലബാർ സ്പെഷ്യൽ പോലീസിൻ്റെ ഈ പ്ലറ്റൂണിനെ ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ഷിബു EP നയിക്കുന്നു. ഇന്നത്തെ പരേഡിൽ ഒന്നാം നിരയിൽ അഞ്ചാമതായി നിൽക്കുന്നത് ഇന്ത്യ റിസർവ് ബറ്റാലിയൻ്റെ ഒരു കണ്ടിജൻ്റാണ്. കേരളത്തിനകത്തും പുറത്തുമുള്ള തീവ്രവാദ വിധ്വംസക പ്രവർത്തനങ്ങളെ നേരിടുന്നതിനായി 2010 രൂപീകരിക്കപ്പെട്ട ഈ പ്രത്യേക സേനാ വിഭാഗമായ ഇന്ത്യ റിസർവ് ബറ്റാലിയൻ്റെ കണ്ടിജൻറ്റിനെ ആംഡ് പോലീസ് ഇൻസ്പെക്ടർ അജിത് കുമാർ G നയിക്കുന്നു. പരേഡിൽ ഒന്നാം നിരയിൽ ആറാമതായി നിലയുറപ്പിച്ചിരിക്കുന്നത് കേരള വനിതാ പോലീസ് ബറ്റാലിയൻ്റെ പ്ലറ്റൂണാണ്. പ്ലറ്റൂണിനെ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ മെറീന ജോസഫ് നയിക്കുന്നു. ഇന്നത്തെ പരേഡിൻ്റെ ഒന്നാം നിരയിൽ ഏഴാമതായി നിൽക്കുന്നത് റാപ്പിഡ് റെസ്പോൺസ് ആൻഡ് റെസ്ക്യൂ ടീമിൻ്റെ പ്ലറ്റൂണാണ്. പ്ലറ്റൂണിനെ ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ബിജു പ്രിയദർശൻ നയിക്കുന്നു. തിരുവനന്തപുരം സിറ്റിയിലെ ക്രമസമാധാന പരിപാലനത്തിനും വിശിഷ്ട വ്യക്തികളുടെ സംരക്ഷണത്തിലും നിർണായക ശക്തിയായി നിലകൊള്ളുന്ന സിറ്റി പോലീസിൻ്റെ ഈ വ്യൂഹത്തെ പോലീസ് ഇൻസ്പെക്ടർ അശ്വിനി JS നയിക്കുന്നു. പരേഡിൻ്റെ ഒന്നാം നിരയിൽ ഒൻപതാമതായി നിലകൊള്ളുന്നത് കേരള പ്രിസൺസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വ്യൂഹമാണ്. കുറ്റാരോപിതരെ കരുതലോടെ സൂക്ഷിച്ചും കുറ്റവാസനയിൽ നിന്ന് മാനസിക പരിവർത്തനം വരാൻ വിധം തടവുകാരെ സംരക്ഷിച്ചും സമൂഹ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ നിതാന്ത ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന കേരള പ്രിസൺസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ പ്ലറ്റൂണിനെ ജയിൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡിപിൻ KS നയിക്കുന്നു. ഇന്നത്തെ പരേഡിൻ്റെ ഒന്നാം നിരയിൽ 10ാമതായി നിലകൊള്ളുന്നത് കൊല്ലവർഷം 1077 നിലവിൽ വന്ന അബ്കാരി ആക്റ്റുകളും അനുബന്ധ ചട്ടങ്ങളും NDPS ആക്റ്റുകളും നടപ്പിലാക്കുന്നതിനു വേണ്ടി അക്ഷീണം പരിശ്രമിക്കുന്ന കേരള എക്സൈസ് വകുപ്പിൻ്റെ പ്ലറ്റൂണാണ്. ഈ പ്ലറ്റൂണിനെ എക്സൈസ് ഇൻസ്പെക്ടർ അരുൺ DS നയിക്കുന്നു. ഇന്നത്തെ പരേഡിൻ്റെ രണ്ടാം നിരയിൽ ഒന്നാമതായി നിൽക്കുന്നത് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു കണ്ടിജൻ്റാണ്. വനങ്ങൾ മാനവരക്ഷയ്ക്ക്. ഈ വനങ്ങളുടെ പൂർണ്ണമായ സംരക്ഷണത്തിനായി സുശക്തവും സുദൃഢവുമായ നടപടികളുമായി മുന്നോട്ടു പോകുന്ന വനസംരക്ഷണ സേനയുടെ കണ്ടിജന്റിനെ
റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ രാജൻ PC നയിക്കുന്നു. പരേഡിന്റെ രണ്ടാം നിരയിൽ രണ്ടാമതായി നിലകൊള്ളുന്നത് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സിന്റെ പ്ലറ്റൂണാണ്. സങ്കീർണവും ഗുരുതരവുമായ അഗ്നിബാധാവേളകളിലും പ്രളയക്കെടുതികൾ, മറ്റ് ദുരന്തങ്ങൾ തുടങ്ങിയ ആപൽഘട്ടങ്ങളിലും സ്വന്തം ജീവൻ പോലും തൃണവൽക്കരിച്ച് അസാമാന്യ ധീരതയോടും അർപ്പണ മനോഭാവത്തോടും കൂടി ജനസേവനത്തിന് സദാ ജാഗരൂകരായി നിൽക്കുന്ന ഈ സേനയുടെ വ്യൂഹത്തെ സ്റ്റേഷൻ ഓഫീസർ വിഷ്ണു മോഹൻ നയിക്കുന്നു. പരേഡിൽ രണ്ടാം നിരയിൽ മൂന്നാമതായി നിലകൊള്ളുന്നത് സൈനിക് സ്കൂളിന്റെ ഒരു പ്ലറ്റൂണാണ്. വ്യൂഹത്തെ നയിക്കുന്നത് സീനിയർ അണ്ടർ ഓഫീസർ ശിവറാം M. പരേഡിൽ രണ്ടാം നിരയിൽ നാലാമതായി നിലകൊള്ളുന്നത് NCC സീനിയർ ഡിവിഷൻ ആർമി ബോയ്സ് ആണ്. ഈ വ്യൂഹത്തെ നയിക്കുന്നത് സീനിയർ അണ്ടർ ഓഫീസർ എവിൻ JS. പരേഡിന്റെ രണ്ടാം നിരയിൽ അഞ്ചാമതായി നിലകൊള്ളുന്നത് NCC സീനിയർ വിംഗ് ഗേൾസിന്റെ പ്ലറ്റൂണാണ്. വ്യൂഹത്തെ നയിക്കുന്നത് അണ്ടർ ഓഫീസർ കുമാരി വൈദേഹി MS. പരേഡിന്റെ രണ്ടാം നിരയിൽ ആറാമതായി നിലകൊള്ളുന്നത് NCC സീനിയർ ഡിവിഷൻ നേവൽ യൂണിറ്റിന്റെ ഒരു പ്ലറ്റൂണാണ്. ഈ വ്യൂഹത്തെ നയിക്കുന്നത് നേവൽ കാഡറ്റ് മഹേഷ് കുമാർ M. श्रीमान रिपब्लिक डे परेड परेड पर ഇന്നത്തെ പരേഡിന്റെ കമാൻഡർ ഭാരതീയ വായുസേനയുടെ വിംഗ് കമാൻഡറായ വികാസ് വസിഷ്ഠാണ്. ഹിമാചൽ പ്രദേശ് സ്വദേശിയായ വിംഗ് കമാൻഡർ വികാസ് വസിഷ്ഠ് നാഷണൽ ഡിഫൻസ് അക്കാദമിയിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. 2007 ഇന്ത്യൻ വ്യോമസേനയുടെ ഗതാഗത വിഭാഗത്തിൽ നിന്ന് കമ്മീഷൻഡ് പദവി ലഭിച്ചിട്ടുള്ള അദ്ദേഹത്തിന് ഇന്ത്യൻ വ്യോമസേനയിലെ വിവിധതരം യുദ്ധവിമാനങ്ങളിൽ 5000 മണിക്കൂറിലധികം പറത്തൽ പരിചയമുണ്ട്. വിംഗ് കമാൻഡർ വികാസ് വസിഷ്ഠ് ആവ്രോ C-17 തുടങ്ങിയ യുദ്ധവിമാനങ്ങളിൽ മികച്ച സാങ്കേതിക പരിജ്ഞാനമുള്ള ഫ്ലൈയിങ് ഇൻസ്ട്രക്ടറുമാണ്. വെല്ലിംഗ്ടണിലെ ഡിഫൻസ് സർവീസസ് സ്റ്റാഫ് കോളേജിൽ നിന്ന് ബിരുദം നേടിയ വികാസ് വസിഷ്ഠ് നിലവിൽ സദേൺ എയർ കമാൻഡ് ഹെഡ്ക്വാർട്ടർ കമ്മ്യൂണിക്കേഷൻ ഫ്ലൈറ്റിന്റെ കമാൻഡിംഗ് ഓഫീസറായി സേവനം അനുഷ്ഠിക്കുന്നു. ഇന്നത്തെ പരേഡിന്റെ സെക്കൻഡ് ഇൻ കമാൻഡ് ഭാരതീയ കരസേനയുടെ പാങ്ങോട് 91 ഇൻഫൻട്രി ബ്രിഗേഡിലെ ക്യാപ്റ്റൻ അഭിഷേക് ദുബെയാണ്. മഹാരാഷ്ട്ര സ്വദേശിയായ ക്യാപ്റ്റൻ അഭിഷേക് ദുബെ മഹാരാഷ്ട്ര സർവീസസ് പ്രിപ്പറേറ്ററി ഇൻസ്റ്റിറ്റ്യൂട്ടിലെയും ചെന്നൈയിലെ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമിയിലെയും പൂർവ്വ വിദ്യാർത്ഥിയാണ്. 2020 മദ്രാസ് റെജിമെന്റ് 2ാം ബറ്റാലിയനിൽ നിന്നും കമ്മീഷൻഡ് പദവി ലഭിച്ചിട്ടുള്ള ക്യാപ്റ്റൻ അഭിഷേക് ദുബെ C സർട്ടിഫിക്കേഷനുള്ള ഒരു മുൻ NCC കാഡറ്റ് കൂടിയാണ്. 2.5 വർഷത്തോളം ജമ്മു കാശ്മീരിലെ ലൈൻ ഓഫ് കൺട്രോളിൽ വളരെ ജാഗ്രതയോടെ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ക്യാപ്റ്റൻ അഭിഷേക് ദുബെ 2015 റിപ്പബ്ലിക് ദിന പരേഡ്, 2015 യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാം വിയറ്റ്നാം ഡെലിഗേഷൻ, 2016 പാരാ ബേസിക് കോഴ്സ് എന്നിവയിൽ പങ്കെടുത്തിട്ടുണ്ട്. ക്യാപ്റ്റൻ അഭിഷേക് ദുബെ നിലവിൽ പാങ്ങോട് 91 ഇൻഫൻട്രി ബ്രിഗേഡിൽ സേവനം അനുഷ്ഠിക്കുന്നു. ഇന്നത്തെ പരേഡിൻ്റെ രണ്ടാം നിരയിൽ ഏഴാമതായി നിലകൊള്ളുന്നത് NCC സീനിയർ ഡിവിഷൻ എയർ സ്ക്വാഡ്രൻ്റെ ഒരു പ്ലറ്റൂണാണ്. വ്യൂഹത്തെ നയിക്കുന്നത് കാഡറ്റ് സർജൻ ധനുഷ് SS. പരേഡിൽ രണ്ടാം നിരയിൽ എട്ടാമതായി നിലകൊള്ളുന്നത് നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയേഴ്സിൻ്റെ ഒരു പ്ലറ്റൂണാണ്.
നാഷണൽ സർവീസ് സ്കീമിനെ പ്രതിനിധീകരിച്ച് ആദ്യമായാണ് നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയേഴ്സ് പ്ലറ്റൂൺ സംസ്ഥാന റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്നത്. ഈ വ്യൂഹത്തെ നയിക്കുന്നത് പ്ലറ്റൂൺ കമാൻഡർ എൽറോയ് ഷിജിൻ. ഇന്നത്തെ പരേഡിൻ്റെ രണ്ടാം നിരയിൽ 9ഉം 10ഉം സ്ഥാനങ്ങളിലായി സ്റ്റുഡൻസ് പോലീസ് ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും ഓരോ പ്ലറ്റൂണുകൾ നിലകൊള്ളുന്നു. വ്യൂഹങ്ങളെ യഥാക്രമം സീനിയർ കാഡറ്റുമാരായ മാസ്റ്റർ ഷെറിൻ രാജ് SR, കുമാരി ജോന ലെയ്ൻ R എന്നിവർ നയിക്കും. പരേഡിൽ മൂന്നാം നിരയിൽ ഭാരത് സ്കൗട്ട്സിൻ്റെയും ഭാരത് ഗൈഡ്സിൻ്റെയും ഓരോ പ്ലറ്റൂണുകൾ നിലകൊള്ളുന്നു. വ്യൂഹങ്ങളെ യഥാക്രമം ട്രൂപ്പ് ലീഡർ മാസ്റ്റർ അഭിരാം കൃഷ്ണൻ S, കമ്പനി ലീഡർ കുമാരി അശ്വതി ഹരിപ്രസാദ് എന്നിവർ നയിക്കുന്നു. ഇന്നത്തെ പരേഡിൽ അവസാനമായി നിലകൊള്ളുന്നത് കേരള പോലീസിന്റെ അശ്വാരൂഢ വിഭാഗമാണ്. തിരുവിതാംകൂർ രാജകീയ സേനയുടെ ഭാഗമായിരുന്നതും കേരള പോലീസിന്റെ അഭിമാനവും തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ അവിഭാജ്യ ഘടകവുമായ ഈ വിഭാഗത്തെ മൗണ്ടഡ് പോലീസ് റിസർവ് സബ് ഇൻസ്പെക്ടർ അനൂപ് MA നയിക്കുന്നു. ഇന്നത്തെ പരേഡിന് താളവും മേളവും നൽകുന്നത് തിരുവനന്തപുരം സിറ്റി സായുധ പോലീസ് യൂണിറ്റിൻ്റെയും മലബാർ സ്പെഷ്യൽ പോലീസിൻ്റെയും കേരള ആംഡ് പോലീസ് 1ാം ബറ്റാലിയൻ്റെയും കേരള ആംഡ് പോലീസ് 3ാം ബറ്റാലിയൻ്റെയും കേരള ആംഡ് പോലീസ് 5ാം ബറ്റാലിയൻ്റെയും ബ്രാസ് ബാൻഡ് വിഭാഗങ്ങളും കേരള ആംഡ് പോലീസ് 2ാം ബറ്റാലിയൻ്റെയും സ്പെഷ്യൽ ആംഡ് പോലീസിൻ്റെയും കരസേനയുടെയും മദ്രാസ് റെജിമെൻറ്റ് 2ാം ബറ്റാലിയൻ്റെയും പൈപ്പ് ബാൻഡ് വിഭാഗങ്ങളുമാണ്. ഇവയെ യഥാക്രമം ബാൻഡ് സബ് ഇൻസ്പെക്ടർ ബിജു A, ബാൻഡ് സബ് ഇൻസ്പെക്ടർ ബൈജു V, ജോസ് തോംസൺ, വിനോദ് MG, ശശി MK, അരുൺ പ്രസാദ്, സുബേഷ് PV, നായിക് സുബേദാർ സൗൾരാജ് എന്നിവർ നയിക്കുന്നു. പരേഡിനെ മോടി പിടിപ്പിക്കുന്ന ഇവരുടെ പ്രകടനത്തെ ബാൻഡ് സബ് ഇൻസ്പെക്ടർ ബിജു കുമാർ M സംയോജിപ്പിച്ചിരിക്കുന്നു. കൃത്യം 9 മണിക്ക് തന്നെ ബഹുമാനപ്പെട്ട കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അവറുകൾ പരേഡ് ഗ്രൗണ്ടിൽ എത്തിച്ചേർന്ന് ദേശീയ പതാക ഉയർത്തുന്നതും അഭിവാദനം സ്വീകരിച്ച് പരേഡ് പരിശോധിക്കുന്നതുമാണ്. തുടർന്ന് പരേഡിൽ അണിനിരന്നിരിക്കുന്ന എല്ലാ വിഭാഗങ്ങളും മാർച്ച് പാസ്റ്റ് നടത്തുന്നതും അതിനുശേഷം പരേഡ് റിവ്യൂ ഓർഡറിൽ മുന്നോട്ട് വന്ന് ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥിക്ക് അഭിവാദനം അർപ്പിക്കുന്നതും ശേഷം ബഹുമാനപ്പെട്ട കേരള ഗവർണർ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകുന്നതുമാണ്. ദേശീയ പതാക ഉയർത്തുന്ന വേളയിൽ ഭാരതീയ വായുസേന ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടി നടത്തും. തുടർന്ന് തിരുവനന്തപുരം ജില്ലയിലെ വിവിധ സ്കൂളുകളിലെ കുട്ടികൾ ഒത്തുചേർന്ന് ദേശഭക്തി ഗാനങ്ങൾ ആലപിക്കുന്നതും കേരള തനിമ വിളിച്ചോതുന്ന സാംസ്കാരിക കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതുമാണ്. ദേശീയ ഗാനം ആലപിക്കുമ്പോൾ എല്ലാവരും ആദരപൂർവ്വം എഴുന്നേറ്റ് നിൽക്കണമെന്നും ബഹുമാനപ്പെട്ട ഗവർണർ പരേഡ് ഗ്രൗണ്ടിൽ നിന്ന് വിടവാങ്ങുന്നതിന് മുൻപായി ആരും തന്നെ ഗ്രൗണ്ടിൽ നിന്ന് പുറത്ത് പോകരുതെന്നും അഭ്യർത്ഥിക്കുന്നു.
निरीक्षण के लिए हाजिर है श्रीमान। ബഹുമാനപ്പെട്ട കേരള ഗവർണർ ഈ സമയം പരേഡ് പരിശോധിക്കുന്നു. परेड को मार्च करने के अनुमति दे श्रीमान।
പരേഡിൽ പങ്കെടുക്കുന്ന എല്ലാ കണ്ടിജൻസും കോളം ഓഫ് റൂട്ട് എന്ന ഫോർമേഷനിൽ ക്വിക്ക് മാർച്ചിൽ വന്ന് ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദ്യം അർപ്പിക്കുന്നു. लीडिंग कंटीजेंट मध्य से तेज चल. ബഹുമാനപ്പെട്ട കേരള ഗവർണർക്ക് അഭിവാദനം അർപ്പിക്കുന്നതിലേക്കായി ഓരോ വ്യൂഹങ്ങളും കടന്നു വരികയാണ്. ആദ്യമായി ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് ഇന്നത്തെ പരേഡ് കമാൻഡർ ഭാരതീയ വായുസേനയുടെ സദേൺ എയർ കമാൻഡ് യൂണിറ്റിലെ വിംഗ് കമാൻഡർ വികാസ് വസിഷ്ഠ്. രണ്ടാമതായി അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പരേഡിന്റെ സെക്കൻഡ് ഇൻ കമാൻഡ് ഭാരതീയ കരസേനയുടെ മദ്രാസ് റെജിമെന്റ് ബറ്റാലിയൻ 2 ക്യാപ്റ്റൻ അഭിഷേക് ദുബെയാണ്. അടുത്തതായി ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് കരസേനയുടെ മദ്രാസ് റെജിമെന്റ് ബറ്റാലിയൻ 2-ന്റെ ഒരു പ്ലറ്റൂണാണ്. പ്ലറ്റൂണിനെ നായിക് സുബേദാർ ശിവാജി പാട്ടീൽ നയിക്കുന്നു. ഭാരതീയ വായുസേനയുടെ ഒരു ഫ്ലൈറ്റാണ് ബഹുമാനപ്പെട്ട ഗവർണർക്ക് ഇപ്പോൾ അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഫ്ലൈറ്റിനെ ജൂനിയർ വാറന്റ് ഓഫീസർ അമിത് കുമാർ നയിക്കുന്നു. ആന്ധ്രാപ്രദേശ് സംസ്ഥാന പോലീസിന്റെ ഒരു പ്ലറ്റൂണാണ് ബഹുമാനപ്പെട്ട ഗവർണർക്ക് ഇപ്പോൾ അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത്. പ്ലറ്റൂണിനെ പോലീസ് ഇൻസ്പെക്ടർ ജി രഘു നയിക്കുന്നു. അടുത്തതായി മലബാർ സ്പെഷ്യൽ ആംഡ് പോലീസിന്റെ പ്ലറ്റൂണാണ് ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത്. പ്ലറ്റൂണിനെ ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ഷിബു EP നയിക്കുന്നു. ഇന്ത്യ റിസർവ് ബറ്റാലിയന്റെ ഒരു കണ്ടിജന്റാണ് ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത്. പ്ലറ്റൂണിനെ ആംഡ് പോലീസ് ഇൻസ്പെക്ടർ അജിത് കുമാർ ജി നയിക്കുന്നു. കേരള വനിതാ പോലീസ് ബറ്റാലിയന്റെ പ്ലറ്റൂണാണ് ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത്. പ്ലറ്റൂണിനെ സബ് ഇൻസ്പെക്ടർ മെറീന ജോസഫ് നയിക്കുന്നു. റാപ്പിഡ് റെസ്പോൺസ് ആൻഡ് റെസ്ക്യൂ ടീമിന്റെ ഒരു കണ്ടിജന്റാണ് ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത്. കണ്ടിജന്റിനെ ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ബിജു പ്രിയദർശൻ നയിക്കുന്നു. അടുത്തതായി ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ വ്യൂഹമാണ്. വ്യൂഹത്തെ പോലീസ് ഇൻസ്പെക്ടർ അശ്വിനി JS നയിക്കുന്നു. ജയിൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡിബിൻ KS നയിക്കുന്ന കേരള ജയിൽ വകുപ്പിന്റെ പ്ലറ്റൂണാണ് അടുത്തതായി ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത്. എക്സൈസ് ഇൻസ്പെക്ടർ അരുൺ DS നയിക്കുന്ന പ്ലറ്റൂണാണ് ബഹുമാനപ്പെട്ട കേരള ഗവർണർക്ക് അഭിവാദനം അർപ്പിച്ച് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്തതായി ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് കേരള വനം വകുപ്പിന്റെ പ്ലറ്റൂണാണ്. പ്ലറ്റൂണിനെ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ രാജൻ PC നയിക്കുന്നു.
കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലെ സ്റ്റേഷൻ ഓഫീസർ വിഷ്ണു മോഹൻ നയിക്കുന്ന പ്ലറ്റൂണാണ് ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സീനിയർ അണ്ടർ ഓഫീസർ ശിവറാം നയിക്കുന്ന സൈനിക് സ്കൂളിന്റെ ഒരു പ്ലറ്റൂണാണ് ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് സീനിയർ അണ്ടർ ഓഫീസർ എവിൻ JS നയിക്കുന്ന NCC സീനിയർ ഡിവിഷൻ ബോയ്സിന്റെ ഒരു പ്ലറ്റൂണാണ്. അണ്ടർ ഓഫീസർ കുമാരി വൈദേഹി M നയിക്കുന്ന NCC സീനിയർ വിംഗ് ഗേൾസിന്റെ പ്ലറ്റൂണാണ് ബഹുമാനപ്പെട്ട ഗവർണർക്ക് ഇപ്പോൾ അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നേവൽ കാഡറ്റ് മഹേഷ് കുമാർ M നയിക്കുന്ന NCC നേവൽ യൂണിറ്റിന്റെ പ്ലറ്റൂണാണ് ബഹുമാനപ്പെട്ട ഗവർണർക്ക് ഇപ്പോൾ അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത്. കാഡറ്റ് സർജൻ ധനുഷ് JS നയിക്കുന്ന NCC സീനിയർ ഡിവിഷൻ എയർ സ്ക്വാഡ്രന്റെ പ്ലറ്റൂണാണ് ബഹുമാനപ്പെട്ട ഗവർണർക്ക് ഇപ്പോൾ അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത്. പ്ലറ്റൂൺ കമാൻഡർ എൽറോയ് ഷിജിൻ നയിക്കുന്ന നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയേഴ്സിന്റെ പ്ലറ്റൂണാണ് ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത്. അടുത്തതായി ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് ബോയ്സിന്റെ പ്ലറ്റൂണാണ്. ഈ പ്ലറ്റൂണിനെ സീനിയർ കാഡറ്റ് മാസ്റ്റർ സെറിൻ രാജ് SR നയിക്കുന്നു. അടുത്തതായി ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് ഗേൾസിന്റെ പ്ലറ്റൂണാണ്. ഈ പ്ലറ്റൂണിനെ സീനിയർ കാഡറ്റ് കുമാരി ജോന ലെയിൻ R നയിക്കുന്നു. ട്രൂപ്പ് ലീഡർ മാസ്റ്റർ അഭിരാം കൃഷ്ണൻ S നയിക്കുന്ന ഭാരത് സ്കൗട്ട്സിന്റെ വ്യൂഹമാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത്. ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് കമ്പനി ലീഡർ കുമാരി അശ്വതി ഹരിപ്രസാദ് നയിക്കുന്ന ഭാരത് ഗൈഡ്സിന്റെ ഒരു കണ്ടിജന്റാണ്. മൗണ്ടഡ് പോലീസ് റിസർവ് സബ് ഇൻസ്പെക്ടർ അനൂപ് MA നയിക്കുന്ന മൗണ്ടഡ് പോലീസ് വിഭാഗമാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത്. ബാങ്ക് സബ് ഇൻസ്പെക്ടർമാരായ ബിജു A, ജോസ് തോംസൺ, ശശി MK, വിനോദ് MG, അരുൺ പ്രസാദ് എന്നിവർ നയിക്കുന്ന തിരുവനന്തപുരം സിറ്റി സായുധ പോലീസിന്റെയും മലബാർ സ്പെഷ്യൽ പോലീസിന്റെയും കേരള ആംഡ് പോലീസ് 1, 3, 5 ബറ്റാലിയനുകളുടെയും ബ്രാസ് ബാൻഡ് വിഭാഗങ്ങളാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത്. നായിക് സുബേദാർ സൗൾരാജ്, ബാൻഡ് സബ് ഇൻസ്പെക്ടർമാരായ സുബൈഷ് PV, ബൈജു V എന്നിവർ നയിക്കുന്ന ഭാരതീയ കരസേനയുടെ മദ്രാസ് റെജിമെന്റ് ബറ്റാലിയൻ 2ന്റെയും സ്പെഷ്യൽ ആംഡ് പോലീസിന്റെയും കേരള ആംഡ് പോലീസ് ബറ്റാലിയൻ 2ന്റെയും പൈപ്പ് ബാൻഡ് വിഭാഗങ്ങളാണ് അവസാനമായി ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത്.
അടുത്തതായി പരേഡ് റിവ്യൂ ഓർഡറിൽ വന്ന് ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദ്യം അർപ്പിക്കുന്നു. परेड समीक्षा क्रम में मध्य से तेज चल। परेड राष्ट्र सलाम सलामत शस्त्र। परेड बगल शस्त्र। परेड वजब शस्त्र। परेड वर्षब। റിപ്പബ്ലിക് ദിന സന്ദേശം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട ഗവർണറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. नमस्कारम बहुमान्य मुख्यमंत्री श्री पिनराई विजयन जी, विशिष्ट व्यक्तिगळे, प्रिय सहोदरी सहोदरन्मारे, एंडेहार्थम आया लोकतंत्र दिना आशंसकळ, all other different contingents of our armed forces, NCC, students, student police cadre, all other present dignitaries, officers of the armed forces, and my dear citizen fellows here. Very first, I should congratulate you all for the today's 77th Republic Day of our country. We have been celebrating this for last 76 years, and today is the 77th year we are starting with for the Republic of our country. We have declared ourselves as the Republic in this whole world, and not as a theocratic state. We have not declared ourselves as a state which will be governed by any one religion, state which will be not ruled by any particular religion, because our culture has been assimilating all the people who have been here, who came here, and treating them as at the same level. They have come here, they have stayed here, and they have assimilated within this culture of this country. So we are a republic and not a theocratic state. I am very happy that yesterday Government of India has declared Padma Awards. I congratulate all the Padma awardees in the country, but I am more happy that our people in the state, our leaders who have contributed to different aspects, different fields in the state, and to many more extent to the culture and the literature of the country also, they have been honored with these Padma Awards. I am very much pleased to say that our very own Shri V.S. Achyutanandan, who was earlier Chief Minister of our state and who has created a political legacy, not only political field but in the social field also, and he has been awarded the highest civil award, that is Padma Vibhushan.
I am very much grateful to the government of India for this honor done to us. Shri K.T. Thomas has also been awarded Padma Vibhushan. Shri P. Narayanan, their contribution towards the society, particularly to the state of our Kerala, has been tremendous, and I am very happy that it has been recognized by the government of India. There are also Padma Bhushan awardees. Our very own actor, known for his different roles in the cinema, Shri Mammootty, our own social leader, Shri Vellapilli Nateshan, they have been awarded with Padma Bhushan. We also have Shri Muthu Narayanan, Shri Kalamandalam Vimala Menon, Srimati Kalamandalam Vimala Menon, and Miss Kolakul Devaki Amma. All these people have been awarded with Padma Shri. Kerala has always created such leaders in different fields. I am very again thankful to the government of India for recognizing our talent in different fields. I am thankful on the behalf of all Keralites, all Malayalis, that our people have been honored at the national level. As I said, we are a republic in this world, and we have been a democratic country. To achieve this today's day, that is of a Republic Day, we have been declaring ourselves as a democracy, and continuously for last more than 75 years or about 77 years, to the world we have been displaying our contribution towards democracy. It is very rightly recognized now all over the world that India is the motherland of democracy. That is the reason why even after so much of years, we have not failed in practicing democracy throughout our country. And to achieve today's fate, that is 26th January, that is Republic Day, there have been many sacrifices by many people, not only at the national level, but from our own state also. And for them, always there have been a guiding force. All our leaders in the freedom struggle, Netaji Subhash Chandra or Mahatma Gandhi, they have guided us throughout our travel towards the independence. There was one slogan which guided our people, our young people and the patriotic people to go to gallows and without having any regrets for that. And the slogan was Vande Mataram. That slogan of Vande Mataram gave them tremendous courage to face all the arms of the Britishers, all the harassment, all the atrocities of the Britishers, and ultimately we attained the freedom. This Vande Mataram slogan, we are celebrating 150 years of Vande Mataram this year. Bankim Chandra Chatterjee had written this song, and it had become a mantra for the freedom fighters. It had become a slogan for whole of nation. This year is 150th year of Vande Mataram. Let us salute all those people who have been saying Vande Mataram and went to gallows with a permanent smile on their faces. Our cultural heritage has always been at the highest level. Our cultural heritage, when I say, it doesn't mean that only of the rest part of our country. Our Kerala has given always the cultural heritage to the rest of our country. We have produced many people who have contributed towards our cultural development, cultural heritage. We always have
a deep-rooted culture in this state, and that has been the guiding force. Right from Adi Shankaracharya to Sri Narayan Guru, we have always given something to the people, even including the Swami Chinmayananda, who all of them are hailing from Kerala. And Kerala is proud of all such people who have given something to the nation. We have always contributed towards the culture, art, cinema, music, dance, astronomy, literature, acting, sport. All these people are Malayali people who have contributed towards our country. I wish that such tradition of contributing towards what India needs shall continue forever in our country. We have always been following the democracy, and democracy, or for that matter what we have been following for last many years, is our cultural ethos. We have been proposing before the world that we have in our culture the democracy very deep rooted. Following democracy and parliamentary type of democracy, it doesn't mean that the center and the state should be on different roles. We are not enemies, neither center nor state. All have to follow the path of coming together, having hand in hand and walking together towards the progress of this country. Then only we will be achieving Vikasit Bharat vision by the year 2047. It is not the vision of center only. It is the vision of every state in this country, and more particularly of ours also. So Vikasit Bharat, as I always say, the path to Vikasit Bharat passes to Vikasit Kerala. So let us make a sankalp or take a pledge today that we will have Vikasit Kerala, and then we will be marching towards Vikasit Bharat. So center as well as our state, they all have to work together. They are not enemies. We may be having differences, but not at all enemies. We are friends, we are colleagues in the march towards the development of this country. That is what we are going to follow in coming future. I will not take much of time of yours because you are here in the bright sunshine here. But just yesterday we celebrated National Voters Day, and immediately after a couple of months we will be going for assembly elections. My request to all people from Kerala, and particularly all those who are Malayalis also staying in other parts, they all should come here and vote for whatever they want. They must vote. The voting right is a privilege to us. It is not only duty, it is a right of all of us. So come, let us come. Yesterday we were celebrating National Voters Day. There also I appeal to all people that this time Kerala should help. Kerala has always been leader in this country in different fields, in education, in medical facility, in social reforms, in all other fields. Now let us path a new way. Let us show the world, let us show our country that Kerala is this time going to vote. 100% voting will be achieved by Kerala. That is what we are trying to do. 79 and 80% we are not satisfied with that. 100% voting will be aim of our people. So in the coming elections, I appeal all the people, particularly the political parties also. They also should go to the voters. They should make aware the voters that they should come out and vote. All our election machinery is already there. They are working. They have done their good job. So let us go for this, and we decide now. After few months, we will be deciding what we want. This is what the message what I have to give you. Let us come together. Let us keep together.
and let us work together. That will be really a Vikasit Kerala. That is the aim of all of us. Let us on this Republic Day, very auspicious day, I once again congratulate and send my greetings to all of you from here that we are a republic. We will be going to show the world and to the country that we are really not only republic, we are also a democratic state. So once again, I congratulate all of you here. I thank all those who have participated, particularly all those who have had a march past and all the people who are sitting on the stands. And that is why I am here just to say goodbye to you, because let us work together. My again greetings to you. Namaste, Nanni, Bharat Mata ki Jai. Thank you, sir. Parade! Savdan! Parade! Bagal! Shast! Officers! Vapas! Crutch! परेड को विसर्जित करने की अनुमति दें श्रीमान। परेड टू ऐसे परेड को ले जाओ। ഈ സമയം ബഹുമാനപ്പെട്ട ഗവർണറുടെ അനുവാദത്തോടെ പരേഡ് വിടവാങ്ങുന്നു. Parade! निकटले! चल! Parade! अंदर को चलेगा! धन्यवाद! मठ!
അടുത്തതായി തിരുവനന്തപുരം ജില്ലയിലെ വിവിധ സ്കൂളുകളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ദേശഭക്തി ഗാനങ്ങൾ. ആദ്യ ഗാനം വന്ദേ മാതരം. സുജലാ സുഫലാ
അവസാനമായി എ മാത്തീരെ എന്ന ആസാമീസ് ഗാനം. അടുത്തതായി തിരുവനന്തപുരം ജില്ലയിലെ വിവിധ സ്കൂളുകളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന കേരള തനിമ വിളിച്ചോതുന്ന കലാ സാംസ്കാരിക പരിപാടികളുടെ അവതരണമാണ്. ഭാഷകളുടെ അതിരുകൾ കടന്ന് ഭാരതമെന്ന ഒരൊറ്റ വികാരം, മാതൃഭാഷയുടെ മാധുര്യവും രാജ്യത്തിൻ്റെ വൈവിധ്യതയും മനോഹരമായി കോർത്തിണക്കി യുവത്വത്തിൻ്റെ ഊർജവുമായി ദേശസ്നേഹത്തിൻ്റെ താളത്തിൽ നൃത്തച്ചുവടുകളുമായി കോട്ടൺ ഹിൽ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളും പോരാ പോരാ നാളിൽ നാളിൽ എന്ന മലയാള ദേശഭക്തി ഗാനത്തിൻ്റെ നൃത്താവിഷ്കാരവുമായി കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും ത്യാഗത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെ അചഞ്ചലമായ ആത്മാവും ശക്തമായി ആവിഷ്കരിച്ചുകൊണ്ട് പട്ടം മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളും വേദിയിലേക്ക്. തുടർന്ന് കേരളത്തിൻ്റെ പാരമ്പര്യവും പൈതൃകവും ഉൾക്കൊള്ളുന്ന ദൃശ്യാവിഷ്കാരവുമായി ഡോക്ടർ മഹേഷ് ഗുരുക്കളുടെ അഗസ്ത്യം കളരിയും രംഗത്തേക്ക് എത്തുന്നു. വിരട്ടുവാൻ ചട്ടമൊക്കെ മാറ്റുവാൻ ദുഷ്ടനെ
करिए नस नस मेरी खो दे हाय कुछ करिए कुछ करिए बस बस बड़ा बोले अब कुछ करिए ओ कोई तो चल सिद्ध फड़िए तू बेतरिए या मरिए हाय कोई तो चल सिद्ध फड़िए तू बेतरिए या मरिए चक ले हो चक दे इंडिया चक ले हो चक दे इंडिया चक ले हो चक दे इंडिया चक ले हो चक दे इंडिया
सुनो गौर से दुनिया वालों, बुरी नजर ना हम पे डालो। सुनो गौर से दुनिया वालों, बुरी नजर ना हम पे डालो। चाहे जितना जोर लगा लो, सबसे आगे होंगे हिंदुस्तानी। सुनो गौर से दुनिया वालों, बुरी नजर ना हम पे डालो। चाहे जितना जोर लगा लो, सबसे आगे होंगे हिंदुस्तानी। हमने कहा है, तुम भी कहो। हमने कहा है जो तुम भी कहो। आओ हम मिलजुल के बोले अब तो यारा, अपना जहां है सबसे प्यारा। आओ हम मिलजुल के बोले अब तो यारा, अपना जहां है सबसे प्यारा। हमने कहा है जो तुम भी कहो। शरारे हैं पानी के धारे हैं, हम काटे कटते नहीं। जो वादा करते हैं करके निभाते हैं, हम पीछे हटते नहीं। वक्त है, उम्र है, जोश है और जान है, ना झुके ना मिटे देश तो अपनी शान है। उम्र है, जोश है और जान है, ना झुके ना मिटे देश तो अपनी शान है। हमने कहा है जो तुम भी कहो। सुनो गौर से दुनिया वालों, बुरी नजर ना हम पे डालो। चाहे जितना जोर लगा लो, सबसे आगे होंगे हिंदुस्तानी। दिलों को मोहब्बत से बांधे जो हम ऐसी जंजीर है। ऊंची उड़ाने हैं, ऊंचे इरादे हैं, हम कल की तस्वीर है। जो हमें प्यार दे, हम उसे यार प्यार दे, दोस्ती के लिए जिंदगी अपनी वार दे। जो हमें प्यार दे, हम उसे यार प्यार दे, दोस्ती के लिए जिंदगी अपनी वार दे। हमने कहा है जो तुम भी कहो। सारा जहां देख लिया, कहीं भी तेरे जैसा कोई नहीं है। 80 नहीं 100 दिन दुनिया घुमा है, नहीं कहीं तेरे जैसा कोई नहीं। मैं गाया जहां भी बस तेरी याद थी, जो मेरे साथ थी, मुझको तड़पाती रुलाती। सबसे प्यारी तेरी सूरत, प्यार है बस तेरा प्यार ही। माँ तुझे सलाम, माँ तुझे सलाम, अम्मा तुझे सलाम।
the mother of all martial arts, originating in Kerala, Kalaripayattu has inspired martial art traditions across the world. In our own land, this powerful way of life kept the warrior spirit alive through the centuries of invasions. As we celebrate this Republic Day, Agasthyam Kalari, with a lineage of over 130 years, proudly brings to you a glimpse into the Drishti, Parambara and Laukika Prayojana that Kalaripayattu provides through the incredible flexibility of the body and the mind, along with discipline and fearlessness.
അവസാനമായി പരേഡിലെ ബാൻഡ് വിഭാഗങ്ങൾ ദേശീയ ഗാനം അവതരിപ്പിക്കുമ്പോൾ ഗ്രൗണ്ടിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരും ആദരപൂർവ്വം എഴുന്നേറ്റു നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്ന് ഇവിടെ അരങ്ങേറിയ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ ഇതോടെ സമാപിക്കുകയാണ്. ഈ ദിനാഘോഷ പരിപാടികൾ നേരിൽ കാണുന്നതിനായി എത്തിച്ചേർന്ന എല്ലാവർക്കും കേരള സംസ്ഥാന സർക്കാരിൻ്റെ നന്ദി.